പുലർച്ചെ വീട്ടിലെത്തിയെങ്കിലും തന്നെ കാണാൻ എത്തിയ പ്രിയപ്പെട്ടവർക്കും അണികൾക്കും ഒപ്പമാണ് കൂടുതൽ സമയവും എം.എം. മണി ചെലവഴിച്ചത്. വകുപ്പ് തീരുമാനമായില്ലെങ്കിലും വൈദ്യുതി മന്ത്രി എന്ന നിലയിലുള്ള പരാതികളും നിവേദനങ്ങളുമായി ധാരാളം പേരെത്തി. ഇതിനിടെ ശൈലി മാറ്റത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ശൈലി മാറ്റാൻ ഉദ്ദേശമില്ലെന്ന് പതിവ് ശൈലിയിൽ പ്രതികരണം. ഈ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പം സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ശൈലിയും രൂപപ്പെടുന്നത്. അത്രേ ഉള്ളൂ. അത് മനസ്സിലായില്ലേ? സാഹചര്യം മാറിയാൽ ശൈലിക്കും മാറ്റം വരും. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി.ടി. തോമസും ചേർന്ന് നടത്തിയ ഗൂഢാലോചന കേസ് മാത്രമേ തനിക്കെതിരെയുള്ളൂവെന്നും എല്ലാവരും ചേർന്ന് പ്രശസ്തനാക്കിയതിൽ നന്ദിയുണ്ടെന്നും മണി പറഞ്ഞു. എന്നാന്നറിയോ, നിങ്ങളെല്ലാവരും കൂടി എന്നെ ആ പരുവത്തിലാക്കിയിരിക്കുക. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ കൂടി കള്ളക്കേസെല്ലാം എടുത്ത് പാർട്ടിയിലെ മുതിർന്ന നേതാവ് വി.എസ്. അച്യുതാനന്ദനെ നേരിൽ കണ്ടു. വി.എസുമായി അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നില്ല. മൂന്നാറിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നും എം.എം. മണി പറഞ്ഞു. അതൊക്കെ ഉണ്ട്. അത് ഗവൺമെന്റിന്റെ പൊതു നയമല്ല, അതിന്റെ ഭാഗമല്ലേ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.